ഹായ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ? വേറെ ഒന്നുമല്ല കേട്ടോ, സാക്ഷാൽ സേമിയ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കേട്ടോ. കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ? അതിലേക്കായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഓയിലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോൾ ഉപ്പുമാ സേവിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വറുക്കാത്തതാണ് കേട്ടോ. ഞാനിവിടെ 2 പാക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 2 വലിയ പാക്കറ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഓയിലിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ലോണം ഇളക്കി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഗോൾഡൻ കളറാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് ആയിപ്പോയാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സേമിയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് എടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം തന്നെയാണ് വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് നോർമൽ വാട്ടറാണ്. ഞാനൊരു കപ്പ് നിറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സേമിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയൊക്കെ നല്ലതുപോലെ വെന്ത് വരണം. അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോഴാണ് നമ്മൾ സേമിയ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. കുറേശ്ശെ സേമിയ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിലാണ് കേട്ടോ. തിളച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ സേമിയയൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ ഈ ഒരു സേമിയൊക്കെ ഒന്ന് കുതിരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ച് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവേ. 2-3 മിനിറ്റ് ആകുമ്പം തന്നെ നല്ലതുപോലെ വെന്ത് തുടങ്ങും. കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഹാഫ് നാരങ്ങയാണ് കേട്ടോ സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെയും ആഡ് ചെയ്യാം. അതായത് നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കത്തില്ലേ, ആ സമയത്ത് ആ വെള്ളത്തിലോട്ടൊന്ന് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. നാരങ്ങ ആഡ് ചെയ്യുന്നത് ഈ നമ്മുടെ സേമിയൊക്കെ പരസ്പരം ഒട്ടിപ്പിടിച്ച് ഉണ്ട കെട്ടുന്ന ആ ഒരു സീന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ നാരും സെപ്പറേറ്റ് ആയിട്ട് കട്ട പിടിക്കാണ്ട് നമുക്ക് കിട്ടും പെർഫെക്റ്റ് ആയിട്ട്. അതുകൊണ്ട് ഈ ഒരു നാരങ്ങ ഒഴിവാക്കരുത് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു നാരങ്ങ നീരും എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവണം കേട്ടോ. അതൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വളരെ ചെറുതായിട്ട് മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം കേട്ടോ ഇത് വെന്തിട്ടുണ്ടോയെന്ന്. നമുക്കൊരു 80% വെന്താൽ മതിയാവും. ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു 80% വേകണം. അപ്പോൾ കൈ വെച്ചിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ എൻ്റെത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതായത് ഒരു 1/4 ഭാഗം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടോ, ഹോളുള്ള ഒരു സ്പൂണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം വാർത്ത് വേറൊരു പാത്രത്തിലോട്ട് ഈ ഒരു സേമിയ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് വെന്ത ഈ ഒരു സേമിയ വേറൊരു പാത്രത്തിലോട്ട്, ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ പരന്ന ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ സേമിയയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ, ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. അതിലേക്കായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടുന്നതാണ് ഉഴുന്ന്. അപ്പോൾ ഈ ഒരളവിൽ ഉഴുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉഴുന്ന് ആഡ് ചെയ്യുമ്പോൾ ഉപ്പുമാവിന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അടുത്തതായിട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കൂടെ തന്നെ വേണ്ടുന്നതാണ് ഇഞ്ചി. ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. കുഞ്ഞായിട്ട് കട്ട് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ വേണ്ടുന്നതാണ് സവോള. ഒരു സവോളയാണ് കേട്ടോ, ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ.
എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് വരുന്നതിലേക്കായി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ ആഡ് ചെയ്തിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയാണ് ആഡ് ചെയ്യേണ്ടത്. അരമുറി തേങ്ങയാണ് കേട്ടോ തിരികെ എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആവുമ്പോഴാണ് കേട്ടോ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയും ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ ഇടുമ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കേണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതും തേങ്ങ ഒന്ന് വറുത്ത് ആഡ് ചെയ്യുമ്പോൾ ഇരട്ടിക്കും കേട്ടോ ടേസ്റ്റ്. ഒപ്പം തന്നെ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് അളവിലാണ് ക്യാരറ്റ് ആഡ് ചെയ്യുന്നത്. എനിക്ക് വലിയ ഇഷ്ടമല്ല ക്യാരറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിളും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും സവോളയും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേമിയയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 80% ആണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് സേമിയ. ബാക്കി നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. സേമിയയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. സ്പൂണ് വെച്ചിട്ട് ഒത്തിരി കുത്തി അങ്ങ് ഇളക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ എനിക്ക് പാകമാണ് ഉപ്പൊക്കെ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വേവിച്ച് അങ്ങ് ആവണ്ട. അപ്പോൾ ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമേ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. വേറെ കറിയുടെ ഒരു ആവശ്യമില്ല. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.